ഹായ് കൂട്ടുകാരെ, അബീസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവല്ലോ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു കള്ളപ്പത്തിൻ്റെ റെസിപ്പിയുമായാണ്. ഷാപ്പിലെ അതേ രുചിയിലുള്ള ഒരു കള്ളപ്പമാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് പച്ചരി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ തിരുമിയത് കൂടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ചോറ് കൂടി ചേർത്ത് കൊടുക്കാം. കപ്പി കാച്ചുന്നതിന് പകരമായിട്ടാണ് ചോറ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയും ഇതിലേക്ക് 1 ഗ്ലാസ് കള്ളുകൂടി ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് നിറച്ചെടുത്തിട്ടില്ല, ഇളം കള്ളായതുകൊണ്ട് ഇത്രയും മതി. ഇനിയും 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയും ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കള്ള് ചേർത്ത് അപ്പം ഉണ്ടാക്കിയാൽ ഒരു പ്രത്യേക രുചിയാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കള്ളാണ്. പേര് തന്നെ കള്ളപ്പം എന്നാണല്ലോ. ഇന്നലെ എനിക്ക് കുറച്ച് നല്ല ഇളങ്കള്ള് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കള്ളപ്പം ഉണ്ടാക്കിയേക്കാമെന്ന്. ഒരല്പം വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി നമുക്കിത് ഒരു 5 മണിക്കൂർ ഒന്ന് കുതിരാനായിട്ട് വയ്ക്കാം. നമ്മുടെ അരി കുതിർക്കാൻ വെച്ചിട്ട് 5 മണിക്കൂറായി. ഇത് കണ്ടോ, നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. അരിയെല്ലാം ഞാനിവിടെ അരച്ചെടുത്തു. ഇത് 2-3 ബാച്ചായിട്ടാണ് ഞാൻ അരച്ചെടുത്തത്. അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ അഡീഷണലായിട്ട് ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല. അത്രയും വെള്ളം കൊണ്ടാണ് അരച്ചത്. ഇനി നമുക്കിതൊരു 4 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. നമ്മുടെ കള്ളപ്പത്തിൻ്റെ മാവ് പൊങ്ങാൻ വെച്ചിട്ട് 4 മണിക്കൂർ കഴിഞ്ഞു. കണ്ടോ, ഇത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് വെച്ച് നല്ല സൂപ്പർ കള്ളപ്പം ചുട്ടെടുക്കാം. കള്ളപ്പം ചുട്ടെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു ദോശക്കല്ല് അടുപ്പേ വെച്ചു. അതിലേക്ക് ഒരല്പം ഓയിൽ തൂത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് തൂത്ത് കൊടുക്കുന്നത്. നല്ലെണ്ണ പുരട്ടിയാൽ അപ്പം പെട്ടെന്ന് കല്ലിൽ നിന്ന് ഇളകി കിട്ടും. ഇനി നമുക്ക് മാവ് ഇതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. ഈ മാവ് ഒത്തിരി അങ്ങ് പരത്തണ്ട, ജസ്റ്റ് ആ തവി വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. നമ്മുടെ അപ്പത്തിൻ്റെ ഒരു വശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഇത് നല്ല സൂപ്പർ അപ്പമാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പം മറ്റേ വശവുമായി. ഇനി നമുക്കിത് കല്ലിൽ നിന്നും എടുത്തു മാറ്റാം. അടുത്ത അപ്പം കൂടെ ചുട്ടെടുക്കാം. കല്ലിൽ ഒരല്പം ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. ഈ അപ്പം കോഴിക്കറിയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഈ അപ്പവും ഒരു വശം മൂത്തു. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ അപ്പവും ആയിട്ടുണ്ട്. നമുക്കിതും കല്ലിൽ നിന്ന് എടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള അപ്പങ്ങൾ കൂടി ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഷാപ്പിലെ അതേ രുചിയിലുള്ള കള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പൂ പോലെ സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്. ഇത് കണ്ടോ, ഇത് എത്ര സോഫ്റ്റാണെന്നുള്ളത്. അപ്പോൾ കള്ള് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെയും തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി കാണും വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു, ലവ് യു ഓൾ.